സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച കുമാരമംഗലം പീഡനക്കേസിലെ രണ്ടാം പ്രതിക്ക് 12 വർഷം കഠിന തടവും പിഴത്തുകയായി 75,000 രൂപയും ശിക്ഷ വിധിച്ച് തൊടുപുഴ പോക്സോ കോടതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ച 22ഓളം പേർക്കെതിരെ വിചാരണ നടക്കുന്ന കേസാണിത്. ഇതിൽ വിചാരണ പൂർത്തിയായ രണ്ടാം പ്രതിക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. അതിജീവിതയ്ക്ക് 4 ലക്ഷം രൂപ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മുത്തശ്ശിയുടെ സംരക്ഷണത്തിലായിരുന്നപ്പോഴാണ് തുടർച്ചയായി പീഡനത്തിനിരയായത്. തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നോക്കുന്ന സമയത്താണ് വിനീഷ് 17-കാരിയെ പീഡിപ്പിക്കുന്നത്. സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ച ശേഷമാണ് പ്രതി വിനീഷിന് കോടതി 12 വർഷം കഠിന തടവ് വിധിച്ചത്. അതിജീവിതയ്ക്ക് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. അപ്പോൾ എല്ലാ രീതിയിലും ശാസ്ത്രീയ തെളിവുകളും മറ്റ് രേഖകളും ഹാജരാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ബഹുമാനപ്പെട്ട കോടതി 12 വർഷം കഠിന തടവ് എന്ന് പറയുന്ന വിധിയിലേക്ക് കോടതി എത്തിയത്. 4 ലക്ഷം രൂപ കോമ്പൻസേഷനും അതുപോലെ തന്നെ വിക്ടിം റീഹാബിലിറ്റേഷൻ. പലപ്പോഴും നമുക്കറിയാം, കോമ്പൻസേഷൻ ലഭിച്ചാൽ മാത്രമല്ല അവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണം, അത് ബഹുമാനപ്പെട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാനും കോടതി ഉത്തരവായിട്ടു. വീട്ടുകാരുടെ ഒത്താശയോടെയായിരുന്നു പെൺകുട്ടിക്കെതിരായ അതിക്രമം. നിരവധി പേർ പെൺകുട്ടിയെ ചൂഷണത്തിനിരയാക്കിയിട്ടുണ്ട്. കുട്ടി ഗർഭിണിയായതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 28ഓളം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. 7 കേസുകളിലായി കുട്ടിയുടെ അമ്മയും ഇടനിലക്കാരനും കൂട്ടുപ്രതികളാണ്. കുട്ടിയെ ശൈശവ വിവാഹത്തിനിരയാക്കിയ സംഭവത്തിലും അമ്മയടക്കമുള്ളവർക്കെതിരെ കേസുണ്ട്. ഓരോ കേസിലും വിചാരണ പൂർത്തിയാക്കുന്ന നിലയ്ക്കാണ് കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത്. ന്യൂസ് മലയാളം, ഇടുക്കി.